ഇപ്പോഴുള്ള എല്ലാ ഫോർ വീലർ വാഹനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഫാസ്ടാഗ്. ദീർഘദൂര യാത്രകളിൽ ടോൾ ബൂത്തുകളിൽ പേയ്മെന്റ് ചെയ്യുവാൻ ഫാസ്ടാഗ് ആവശ്യമാണ്. ഇതുവരെ നിങ്ങളുടെ വാഹനത്തിൽ ഫാസ്ടാഗ് ഒട്ടിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഓൺലൈൻ വഴി ഫാസ്ടാഗ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ഫാസ്ടാഗ് ആണ് ഈ വീഡിയോയിലൂടെ എടുത്ത് കാണിക്കുന്നത്. പേടിഎം ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്കാണ് ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കുക. അപ്പോൾ പേടിഎം ആപ്ലിക്കേഷൻ ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഫാസ്ടാഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഫാസ്ടാഗിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാർ കണ്ടോ, ഒരു സെർച്ചിൻ്റെ ചിഹ്നം, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ ആ സെർച്ചിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫാസ്ടാഗെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ ഫാസ്ടാഗെന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിത് ഇവിടെ താഴെ സർവീസസ് എന്ന് പറഞ്ഞിട്ട് മാനേജ് ഫാസ്ടാഗ്, പിന്നെ ഫാസ്ടാഗ് റീചാർജ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടോ, വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഫാസ്ടാഗ് റീചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്ടാഗ് എടുത്തതിന് ശേഷം റീചാർജ് ചെയ്യാനാണ്. ഇവിടെ മാനേജ് ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് ഇതിന് ട്രാൻസാക്ഷൻ ഫീസ് ഒന്നുമില്ല എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്ടാഗ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ബൈ പേടിഎം ഫാസ്ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് നമ്മുടെ പേടിഎം ആപ്ലിക്കേഷനിൽ നമ്മൾ പെർമിഷൻ എല്ലാം കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പെർമിഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ സിസ്റ്റത്തിൽ പോയിട്ട് പേടിഎം ആപ്ലിക്കേഷൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ എനേബിൾ ചെയ്യാൻ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇവിടെ 350 രൂപ എന്ന് കാണിക്കും ഇത് ഫാസ്ടാഗ് കിട്ടാൻ. പിന്നെ ഡെലിവറി അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിവിടെ 22-ാം തീയതി ആണ് ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഡെലിവറി എന്ന് കിട്ടുമെന്നുള്ള ഡേറ്റും അവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 350 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഇതിൻ്റെ നമുക്കിവിടെ ഡെലിവറി അഡ്രസ്സ് നമ്മൾ പേടിഎമ്മിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് അവിടെ ഡിഫോൾട്ടായിട്ട് വരും. ഇനി നമുക്ക് ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആരുടെ അഡ്രസ്സിലേക്ക് വേണമെങ്കിലും നമുക്ക് തന്നെ പുതിയൊരു അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടതെങ്കിൽ ആ അഡ്രസ്സ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ പിൻകോഡ്, പിന്നെ നമ്മുടെ കൃത്യമായ മേൽവിലാസം തുടങ്ങിയ എല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ഏത് ടൈപ്പ്, ഹോമാണോ അതറാണോ ഓഫീസാണോ എന്ന് ചോദിക്കുന്നു, അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ അഡ്രസ്സിനെ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ റെഡ് കളറിലുള്ളടുത്ത് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫാസ്ടാഗ് എടുക്കുന്ന കാറാണോ ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ നമ്പർ ഇതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം വലത് സൈഡുള്ള വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രജിസ്റ്റേർഡ് ആണോ, നമ്മുടെ RC ബുക്ക് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇതുപോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കളർ വെരിഫൈഡ് ആണ്. അപ്പോൾ നമുക്കിനി ഒന്നും നോക്കാനില്ല. താഴെ പ്രൊമോ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോ കോഡ് അവിടെ ടൈപ്പ് ചെയ്യാം. പ്രൊമോ കോഡൊന്നും ഇല്ല എങ്കിൽ നമുക്കവിടെ ഒന്നും വേണ്ട, നമുക്കവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബൈ നൗ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ, ഈ 350 രൂപ കൊടുക്കുന്നത് എന്തിനെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ നമ്മൾ 84 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ഫീസാണ്, നമുക്ക് നൽകുന്നതിനുള്ള ഫീസാണ്. പിന്നെ GST 15 രൂപ, ബാക്കി 250 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫാസ്ടാഗിൽ റീചാർജ് ആയിട്ട് വരും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് താഴെ ഡെലിവറി ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാം. അപ്പോൾ മുകളിൽ ഡെലിവറി ടു 350 താഴെ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ അഡ്രസ്സ്, നമ്മൾ നേരത്തെ കൊടുത്ത അഡ്രസ്സ് കാണാം. അതിൽ ഏത് അഡ്രസ്സാണോ 2 അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്രസ്സ് ആയിരിക്കും ഉള്ളത്. ഇവിടെയും നമുക്ക് മുകളിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്രസ്സ് പുതിയത് ചെയ്യാനോ, ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു അഡ്രസ്സ് ഈ പഴയ അഡ്രസ്സിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക.
പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ദാ ഇവിടെ കാണിക്കുന്നത് പോലെ യുവർ കാർഡ് ഓർഡർ ഈസ് ഗെറ്റിംഗ് പാക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ വണ്ടി നമ്പർ എല്ലാം കാണും, നമുക്ക് കൊറിയർ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്ന രീതി ഇവിടെ കാണിച്ചില്ല. നമ്മൾ റീചാർജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയക്കുന്നത് പോലെ നമ്മുടെ UPI ആപ്പ് വഴി തന്നെ നമുക്കിതുപോലെ റീചാർജ് ചെയ്യാം. അതവിടെ എല്ലാ ഓപ്ഷനായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എന്ന് കിട്ടും. അപ്പോൾ 22-ാം തീയതി ഞാൻ അപ്ലൈ ചെയ്തു, 31-ന് ഇത് ഡെലിവറി ആവും എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇത് ക്യാൻസലേഷൻ പോളിസി ഇതിനകത്തില്ല. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ താഴെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് എങ്ങനെ പിന്നീട് കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടാകും. നമുക്കിത് ട്രാക്ക് ചെയ്യാൻ, ഇതെന്ന് കിട്ടും, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തായി എന്ന് നിങ്ങൾക്ക് അറിയാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മെയിൻ ഇൻ്റർഫേസിലേക്ക് വരണം. പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള മെയിൻ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ കണ്ടോ, നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിഎം മാൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത യുവർ ഓർഡർ ഈസ് പാക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെവിടെ എത്തി, ഇതിൻ്റെ ഇത് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതുപോലെ കാണാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റാഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേടിഎമ്മിൻ്റെ ഫാസ്റ്റാഗ് വളരെ നല്ലൊരു ഫാസ്റ്റാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്.